തെന്നിന്ത്യൻ സിനിമാ ആസ്വാദകർ കാത്തിരുന്ന പുഷ്പ 2 തിയേറ്ററിലെത്തിയിട്ട് ഒരാഴ്ചയാവുന്നു. ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് ലഭിച്ചത് വലിയ സ്വീകാര്യത തന്നെയാണ്. അതുകൊണ്ട് രണ്ടാം ഭാഗത്തിനും കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. പുഷ്പരാജായി അല്ലു അർജുൻ സ്ക്രീനിൽ നിറഞ്ഞാടിയപ്പോൾ വമ്പൻ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനുകളാണ് തകർന്നത്. റിലീസായി 4 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ 800 കോടിയിലേക്ക് ചിത്രം എത്തി. എന്നാൽ ഇപ്പോൾ മറ്റൊരു റെക്കോർഡ് കൂടി ചിത്രം നേടി. ഹിന്ദി ബോക്സ് ഓഫീസിൽ സർവകാല റെക്കോർഡിലേക്ക് ചിത്രം എത്തിക്കഴിഞ്ഞു. റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ ഹിന്ദിയിൽ പുഷ്പ നേടിയത് 72 കോടിയാണ്. ബോളിവുഡ് ചിത്രങ്ങളെ കടത്തിവെട്ടി പുഷ്പ 2 മുന്നേറുകയാണ്. ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന പേരും പുഷ്പ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. റിലീസ് ചെയ്ത ആദ്യ 3 ദിനങ്ങളിൽ 200 കോടി ക്ലബിലേക്ക് ചിത്രം എത്തി. അങ്ങനെ 5 ദിവസം പിന്നിടുമ്പോൾ ചിത്രം നേടിയത് 339 കോടിയാണ്. ബ്രഹ്മാണ്ഡ ചിത്രം കൽക്കിയുടെ ഹിന്ദി ഫൈനൽ കളക്ഷനും പുഷ്പ മറികടക്കുമെന്നാണ് കരുതുന്നത്. 295 കോടിയാണ് കൽക്കിയുടെ ഹിന്ദി പതിപ്പിന് ലഭിച്ചത്. RRRന്റെ ഫൈനൽ കളക്ഷൻ 274.3 കോടിയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ റെക്കോർഡുകളും മറികടന്ന് പുഷ്പ 2 മുന്നേറുകയാണ്. അതും റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുന്നതിന് മുൻപ് തന്നെ. 1000 കോടി ക്ലബ് എന്ന നേട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് ചിത്രം എത്തുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലു അർജുൻ ആരാധകർ. അവധി ദിനമായ ഞായറാഴ്ച ചിത്രം 800 കോടി തികച്ചു. ഞായറാഴ്ചത്തെ നൂൺ ഷോയിൽ നിന്ന് മാത്രം 4.1 കോടി രൂപയാണ് ചിത്രം നേടിയത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ ചിത്രം വാരിയത് 597 കോടി കളക്ഷൻ. തെലുങ്കിനേക്കാളും ആരാധകർ സ്വീകരിച്ചത് ഹിന്ദി പതിപ്പെന്നും ശ്രദ്ധേയം. ആദ്യ ഭാഗത്തിന്റെ മുഴുവൻ കളക്ഷനെയും മറികടന്നാണ് പുഷ്പ 2വിന്റെ കുതിപ്പ്. ഇന്ത്യൻ സിനിമയിലെ റെക്കോർഡുകൾ പോലും മറികടക്കുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.